കർണാടക ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് സംഘാംഗം പിന്മാറി. DCP സൗമ്യലത IPS ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറിയത്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് DCPയുടെ പിന്മാറ്റം എന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞു. പ്രത്യേക സംഘം നാളെ ധർമ്മസ്ഥലയിൽ എത്തി അന്വേഷണം ആരംഭിക്കും എന്നാണ് സൂചന. മുഹമ്മദ് റയീസ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. മുഹമ്മദ് റയീസ്, അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘാംഗത്തിന്റെ പിന്മാറ്റം എന്താണ് കാരണം? മറ്റു വിവരങ്ങൾ. ഉന്മേഷ്, അന്വേഷണം നാളെ തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ സൗമ്യലത ഈ കേസിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. DCP സൗമ്യലത നേരത്തെ തന്നെ കേസിൽ നിന്ന് പിന്മാറും എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. കാരണം ഒരു CID ഓഫീസിൽ നടന്നിട്ടുള്ള മീറ്റിംഗിൽ, ബംഗളൂരുവിൽ നടന്ന യോഗത്തിൽ ഈ സൗമ്യലത പങ്കെടുത്തിരുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ തന്നെ താൻ ഇതിൽ നിന്ന് പുറത്ത് പോകും, അല്ലെങ്കിൽ താൻ അന്വേഷണത്തിനില്ല എന്ന് അവർ ചില ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞിരുന്നു, സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നാണ് ഒഫീഷ്യലായി ഈ ഒരു വിവരം ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നത്. G. പരമേശ്വര പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാലാണ് ഈ സംഘത്തിൽ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗമ്യലതയ്ക്ക് പകരം മറ്റൊരു ഉദ്യോഗസ്ഥയെ കൂടി ഈ കൂട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടീമിലേക്ക് ഉടൻ എത്തുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഒരു പക്ഷേ അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കും. കാരണം ഇദ്ദേഹം ധർമ്മസ്ഥലയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിച്ചത്, ആ ഒരു ട്രസ്റ്റിന്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്വേഷണത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ പ്രണബ് മോഹന്തി, DCP പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ MN അനുച്ഛേദ്, സൗമ്യലത, ഒപ്പം തന്നെ ജിതേന്ദ്രകുമാർ ദായമ എന്നിവരുടെ ഒരു 4 ടീം, ആ ഒരു 4 ടീമിലേക്കാണ് ഇന്നലെ 20 പേരെ കൂടി ആഡ് ചെയ്യുകയും ഇതിൽ ഓരോരുത്തരുടെയും കീഴിൽ ഓരോ ടീം പ്രത്യേകമായി കേസ് അന്വേഷിക്കും എന്നാണ് ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ അപ്പോൾ ഒരു സംഘത്തിന്റെ തലവൻ തന്നെ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന സൗമ്യലതയാണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. പകരം ആൾ എത്തും എന്നുള്ളത് ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് ആരാണെന്ന് അറിയില്ല. എന്തായാലും നാളത്തോടു കൂടി തന്നെ ഈ ധർമ്മസ്ഥലയിലേക്ക് ഈ സംഘം എത്തുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.